സത്യയുഗത്തിൽ കബീർദേവ കബീർ സാഹബ് സൽ സുഹൃത് നാമത്തിൽ പ്രകടമായി. തത്വജ്ഞാനത്തിന്റെ അഭാവത്താൽ ഭക്തൻ സംശയങ്ങൾ വ്യക്തമാക്കുന്നു. എന്തെന്നാൽ നെയ്ത്തുകാരന്റെ രൂപത്തിൽ കബീർ ക്രിസ്താബ്ദം 1398 കാശിയിൽ വന്നു. വേദങ്ങളിൽ ഈ കബീർദേവ് കാശിവാല നെയ്ത്തുകാരൻ എങ്ങനെ പൂർണ്ണ പരമാത്മാവാകാൻ സാധിക്കും? അദ്ദേഹം ദാനക്കല്ലേ? ഈ വിഷയത്തിൽ ദാസ് സന്ത് രാംപാൽ ദാസിന്റെ അപേക്ഷ ഇതാണ്: ഈ പൂർണ്ണ പരമാത്മാ കബീർദേവ് കബീർ പരമേശ്വർ വേദജ്ഞാനത്തെക്കാൾ മുൻപ് സത്ലോകത്ത് ഉണ്ടായിരുന്നു. തന്റെ യഥാർത്ഥ അറിവുകൾ തത്വജ്ഞാനം നൽകുന്നതിന് വേണ്ടി 4 യുഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. സത്യയുഗത്തിൽ സത് സുഹൃത എന്ന പേരിലും, തേത്രായുഗത്തിൽ മുനീന്ദ്രൻ എന്ന പേരിലും, ദ്വാപര യുഗത്തിൽ കരുണാമയൻ എന്ന പേരിലും, കലിയുഗത്തിൽ വാസ്തവിക കബീർദേവ കബീർ പ്രഭു എന്ന പേരിലുമാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റു രൂപങ്ങൾ ധരിച്ച് പലപ്പോഴും തന്റെ ലീലകൾ പ്രകടമാക്കി അപ്രത്യക്ഷമാകുന്നു. ആ സമയത്ത് പരമാത്മാവിനെ ഭക്തർ തിരിച്ചറിയുന്നില്ല. സർവ മഹർഷിമാരും സന്മാരും പ്രഭുവിനെ നിരാകാരനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. വാസ്തവത്തിൽ പരമാത്മാവ് ആകാരരൂപിയാണ്, മനുഷ്യനെ പോലെ ശരീരരൂപിയാണ്. എന്നാൽ പരമേശ്വരന്റെ ശരീരം നാഡീയോഗങ്ങളാൽ ബന്ധപ്പെട്ട 5 തത്വങ്ങൾക്ക് അനുസരിച്ചുള്ളതല്ല, ഒരു പ്രകാശ തത്വം അനുസരിച്ചുള്ളതാണ്. പൂർണ്ണ പരമാത്മാവ് എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം, അമ്മയിൽ നിന്ന് ജനിക്കുന്നില്ല. എന്തെന്നാൽ അദ്ദേഹമാണ് സർവ്വതിന്റെയും ഉൽപ്പത്തി കർത്താവ്. പൂർണ്ണ പ്രഭു കബീർജി കബീർദേവ് സത്യുഗത്തിൽ സൽ സുഹൃതം എന്ന നാമത്താൽ സ്വയം പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് ഗരുഡൻ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവ എന്നിവർക്ക് സത്ജ്ഞാനം നൽകി. ശ്രീ മനു മഹർഷിക്ക് തത്വജ്ഞാനം നൽകാൻ ആഗ്രഹിച്ചു. എന്നാൽ മഹർഷി പരമേശ്വർജിയുടെ അറിവിനെ സത്യമായി വിശ്വസിക്കാതെ ബ്രഹ്മാവിൽ നിന്ന് കേട്ട വേദജ്ഞാനത്തിൽ ആധാരമാക്കി സ്വയം നിർമ്മിച്ച വേദങ്ങളുടെ നിഷ്കർഷത്തെ ആധാരമാക്കി പോന്നിരുന്നു. ഇതിന് വിപരീതമായി പരമേശ്വർ സത് സുഹൃതനെ പരിഹസിക്കാനും തുടങ്ങി. എന്തെന്നാൽ എല്ലാ വിപരീത ജ്ഞാനങ്ങളും താങ്കൾ പറയുന്നു. അതുകൊണ്ട് പരമേശ്വർ സത് സുഹൃതന് മറ്റൊരു വിളിപ്പേര് കൊടുത്തു, വാമദേവ് എന്ന്. വാമത്തിന്റെ അർത്ഥം വിപരീതം എന്നാണ്. വിപരീതം എന്നാൽ ഇടത്തെ കൈയെന്നും വാമകരമെന്നും പറയുന്നു. വലത്തെ കൈയെ ശരിയായ കൈയെന്നും പറയുന്നു. ഇപ്രകാരം സത്യുഗത്തിൽ പരമേശ്വർ കബീർദേവ് സൽ സുഹൃതൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്തെ മുനിമാരും ഭക്തരും യഥാർത്ഥ ജ്ഞാനം നേടിയിരുന്നു. എന്നാൽ മുനിമാർ അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നില്ല. സത് സുഹൃത്ജിയുടെ സ്ഥലത്ത് പരമേശ്വരനെ വാമദേവനെന്ന് വിളിച്ചിരുന്നു. അതുകൊണ്ട് യജുർവേദ അധ്യായം 12 മന്ത്രം 4 വിവരണമുണ്ട്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 109. യജുർവേദത്തിന്റെ യഥാർത്ഥ ജ്ഞാനം വാമദേവ ഋഷിക്ക് ശരിയായിട്ടറിയാം. അതുകൊണ്ട് മറ്റുള്ളവരെയും മനസ്സിലാക്കിപ്പിച്ചിരുന്നു. പവിത്ര വേദത്തിന്റെ അറിവ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ദയവായി ആലോചിക്കണം. ഉദാഹരണം, യജുർവേദമാകുന്നു. ഇത് ഒരു പവിത്രമായ പുസ്തകമാകുന്നു. ഇതിന്റെ വിഷയം സംസ്കൃത ഭാഷയിൽ വിവരിച്ചിട്ടുണ്ട്. എവിടെ യജു, യാ യജുമ മുതലായ വാക്കുകൾ എഴുതിയിട്ടുണ്ടോ എങ്കിലും പവിത്ര പുസ്തകം യജുർവേദത്തിന്റെ ബോധം മനസ്സിലാക്കാം. ഇപ്രകാരം പൂർണ്ണ പരമാത്മാവിന്റെ വാസ്തവികമായ നാമം കബീർദേവ് എന്നാകുന്നു. ഇതിനെ പല പല ഭാഷകളിൽ കബീർ സാഹിബ്, കബീർ പരമേശ്വർ എന്നൊക്കെ പറയുന്നു. പല ഭക്തരും സംശയം പ്രകടമാക്കുന്നു. എന്തെന്നാൽ കബീർ എന്നത് എങ്ങനെ കബീർ എന്ന് തെളിയിക്കും? വ്യാകരണ അടിസ്ഥാനത്തിൽ കവി അർത്ഥം സർവജ്ഞൻ എന്നാണ്. ദാസന്റെ അപേക്ഷ ഇതാണ്: ഓരോ വാക്കിനും ഏതെങ്കിലും ഒരർത്ഥമുണ്ടായിരിക്കും. വ്യാകരണത്തിന്റെ കാര്യം നോക്കാം. ഭാഷ ആദ്യമുണ്ടായി. എന്തുകൊണ്ടെന്നാൽ വേദവാണി ഭഗവാൻ മുഖാന്തിരം പറയപ്പെട്ടതാണ്. വ്യാകരണം പിന്നീട് ഋഷിമാർ മുഖാന്തിരം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അത് തെറ്റുള്ളതാകാം. വേദത്തിന്റെ വിവർത്തന ഭാഷ്യത്തിൽ വ്യാകരണം അസംഗതം, അതായത് പവിത്രഭാവമാണ്. എന്തെന്നാൽ വേദവാണി മന്ത്രങ്ങളാൽ പദങ്ങളിലാകുന്നു. ഉദാഹരണത്തിന് പട്ടണത്തിന്റെ അടുക്കൽ വ്യക്തി പലവല എന്നാണ്, പരവർ എന്ന് പറയുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, പർവർ എന്ന് എങ്ങനെ തെളിയിക്കാം? ഇതുപോലെയാണ് കബീർ എന്നത് കബീർ എന്ന് തെളിയിക്കുക, പറയുക മാത്രമാണ്. ദേശീയ ഭാഷയിൽ പൽവൽ പട്ടണത്തിനെ പർവർ എന്ന് പറയുന്നത്. ഇപ്രകാരം കബീറിനെ കബീർ എന്ന് പറയുന്നു.
അത് തന്നെയാണ് പ്രഭു, അതായത് പരമാത്മാവ്. മഹർഷി ദയാനന്ദ് ജി സത്യാർത്ഥ പ്രകാശ് സമുല്ലാസ് 4 പേജ് 100 ദയാനന്ദ മഠം, ദീനദയാൽ, പഞ്ചാബിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്. ദേവകാമായുടെ അർത്ഥം ദേവന്റെ കാമന എന്ന് പറയുന്നു. ദേവി രാ എഴുതിയിട്ട് ദേവറാക്കി. കബീർ എന്ന ശബ്ദം പിന്നീട് ഭാഷകളിൽ കബീർ എന്ന് എഴുതുകയും പറയുകയും ചെയ്യുന്നത് കൊണ്ട് വ്യാകരണാടിസ്ഥാനത്തിൽ തെറ്റില്ല. പൂർണ്ണ പരമാത്മാവ് കബീർദേവാണ്. ഇതിന് തെളിവ് യജുർവേദം അധ്യായം 29 മന്ത്രം 25 സാമവേദ സംഖ്യ 1400 അത് താഴെ പറയുന്നു. യജുർവേദം അധ്യായം 29 മന്ത്രം നമ്പർ 25. സന്ത് രാമപാൽജി വിവർത്തനം. സമിദ്ധ അദ്യംനുഷ ദുരോണെ ദേവഃ ദേവാൻ യജ് അസി ജാത്വേദഃ ആചവ മിത്രമഃ ചികിത്വാൻ ത്വം ദൂതാത്വിരസ്യ പ്രചേതാ. വിവർത്തനം. ആദ്യ, ഇന്ന്, അതായത് വർത്തമാനകാലെ. ദുരോണെ, ശരീരമാകുന്ന കൊട്ടാരത്തിൽ ദുരാചാരപൂർവം. മനുഷ്യ, കള്ളപൂജകളിൽ മുഴുകി വ്യക്തികൾക്ക്. സമിന്ത, പിടിപ്പെട്ട തീ, അതായത് ശാസ്ത്രവിധിക്കനുസരിച്ചല്ലാത്ത വർത്തമാനകാലത്തിലെ പൂജകൾ ഹാനികരമാണ്. ആ സ്ഥാനത്ത് ദേവാൻ, ദേവതമാരുടെ. ദേവ, ദേവത, ജാതവേദ. പൂർണ്ണ പരമാത്മ സൻപുരുഷന്റെ വാസ്തവിക. യജ, പൂജ. അസി, ആകുന്നു. ആ, ദയാലു. മിത്രമഹ, ജീവന്റെ യഥാർത്ഥ കൂട്ടുകാരൻ പരമാത്മാവാണ്. തന്റെ ചികിത്വാൻ, സ്വസ്ഥജ്ഞാനം, അതായത് യഥാർത്ഥ ഭക്തിയെ. ദൂതത, സന്ദേശവാഹകനായി. വഹ്, കൊണ്ടുവരുന്ന. ച, പ്രചേത, ബോധം നൽകുന്ന. ത്വമ, താങ്കൾ. കവിരസി, കബീർദേവ, അതായത് കബീർ പരമേശ്വർ ആകുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 110. കബീർ സാഹിബ് 4 യുഗത്തിലും വരുന്നു. ഭാവാർത്ഥം. എപ്പോഴാണോ പൂർണ്ണ പരമാത്മാവ് പ്രത്യക്ഷപ്പെടുന്നുവോ ആ സമയത്ത് എല്ലാ ഋഷിമാരും സജ്ജനങ്ങളും ശാസ്ത്രവിധി ഉപേക്ഷിച്ച് തോന്നിയതുപോലെ പൂജകൾ നടത്തുകയും, അതായത് പൂജകളിൽ കൂടി എല്ലാ ഭക്തജനങ്ങളും സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്നു. അപ്പോൾ തന്റെ തത്വജ്ഞാനം, അതായത് സ്വസ്ഥജ്ഞാനത്തിന്റെ സന്ദേശവാഹകനായി കബീർദേവ സ്വയം വരുന്നു. അതായത് പ്രഭു കബീർ സ്വയം പ്രത്യക്ഷപ്പെടുന്നു. സംഖ്യാ നമ്പർ 1400. സാമവേദ ഉദാർജിക അധ്യായം നമ്പർ 12 ഖണ്ഡം നമ്പർ 3 ശ്ലോകം നമ്പർ 5. സന്ത് രാംപാൽദാസ് മുഖാന്തിരം ഭാഷാഭാഷ്യ മൊഴിമാറ്റം. ഭദ്രാവസ്ത്രാസ്മന്യ വസാന മഹാൻ കവിർ നിവ്ചനാനെ ശൻസൻ ആവച്ച സ്വചംവോഹ പൂവമാന വിചക്ഷണ ജാഗ്വിഹ ദേവീതോ. വിവർത്തനം. വിചക്ഷണ, സമർത്ഥരായ വ്യക്തികൾ. ആവച്യസ്വ, തങ്ങളുടെ വാക്കുകളാൽ പറയുന്നു. എന്തെന്നാൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കൂ. ആ സമർത്ഥരായ വ്യക്തികൾ പൂർണ്ണ ബ്രഹ്മന്റെ പൂജയെ പറ്റി പറയാതെ മറ്റു ഉപാസനകളുടെ മാർഗദർശനം കാട്ടി. അമൃതിന്റെ സ്ഥാനത്ത് പൂയമാന മറ്റു ഉപാസനകൾ നടത്തി. ഭക്തർ, ഉദാഹരണം ഭൂതപ്രേത പിതൃപൂജ. 3 ഗുണങ്ങൾ. രജോ ഗുണം ബ്രഹ്മാവ്, സദ്ഗുണം വിഷ്ണു, തമോ ഗുണ ശിവ. കാലവരെയുള്ളവരെ പൂജിച്ച് ചംവോ, ആദരവോടെ പൂജിക്കുന്നു. അതായത് ശാസ്ത്രവിരുദ്ധമായുള്ള പ്രവർത്തികളെ തടയുന്നതിന് വേണ്ടി. ഭദ്ര, പരമസുഖദായകൻ. മഹാൻ കബീർ, പൂർണ്ണ പരമാത്മാ കബീർ. വസ്ത്ര, ശരീരം ധരിച്ച് വേഷഭൂഷയാൽ, അതായത് വസ്ത്രത്തിന്റെ അർത്ഥം വേഷഭൂഷ. സൻ ഭാഷയിൽ ഇതിനെ ചേല എന്നും പറയുന്നു. ചേല എന്നാൽ ശരീരം. ഏതെങ്കിലും ഒരു സൻ മരണപ്പെട്ടാൽ ചേല ഉപേക്ഷിച്ച് എന്നാണ് പറയുന്നത്. സമന്യ, തന്റെ സത്ലോകത്തിലെ ശരീരത്തെ പോലെ നേരിയ തേജോമയത്തോടുകൂടി. വസാന, സാധാരണ മനുഷ്യരെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് ഒരതിഥിയെ പോലെ ജീവിച്ച്. നിവചാനി, തന്റെ ശബ്ദാവലി, കബീർവാണി എന്നിവയിൽ കൂടി സജ്ഞാനം. ശംസൻ, വർണ്ണിച്ച്. ദേവ, പൂർണ്ണ പരമാത്മാവിനെ. വീതോ, ഒളിഞ്ഞിരിക്കുന്ന സഗുണ നിർഗുണ ജ്ഞാനരൂപിയായ ധനത്തിനെ. ജാഗ്രവി, ഉണർത്തുന്നു. ഭാവാർത്ഥം. യജുർവേദം അധ്യായം 5 മന്ത്രം 1 പറയുന്നു. അഘനേ തന അസി, പരമേശ്വരന് ശരീരമുണ്ട്. വിഷ്ണവേ ത്വാ സോമസ്യ തനു അസി, ആ അമർ പ്രഭുവിനെ സംരക്ഷിക്കാൻ മറ്റു ശരീരങ്ങളുണ്ട്. അതിഥി രൂപത്തിൽ കുറച്ചു ദിവസം ലോകത്തിൽ വരുന്നു. തത്വജ്ഞാനത്താൽ ഉറങ്ങിക്കിടക്കുന്ന ഭക്തരെ ഉണർത്തുന്നു. ഈ മന്ത്രത്തിൽ അതാണ് തെളിയിക്കുന്നത്. കുറച്ചു സമയത്തിനായി പ്രഭു പൂർണ്ണ പരമാത്മാവായ കബീർ തന്റെ യഥാർത്ഥ രൂപം മാറ്റി സാധാരണ വ്യക്തിയെ പോലെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട്
കവിവാണി പ്രചരിപ്പിക്കുന്നു. അതിൽ കൂടി തത്വജ്ഞാനികളെ ഉണർത്തുന്നു. ആ സമയത്ത് മഹർഷികൾ എന്ന് പറയുന്ന സമർത്ഥരായ മിഥ്യാജ്ഞാനികൾ ശാസ്ത്രവിധിക്കനുസരിച്ച് പൂജകൾ നടത്തി അമൃതസ്ഥാനം കൈവരിക്കുന്നതിന് പകരം ശാസ്ത്രവിരുദ്ധ പൂജകൾ ഭക്തരെ കൊണ്ട് ചെയ്യിക്കുന്നു. അതുകൊണ്ട് ആ സമയത്ത് പൂർണ്ണ പരമാത്മാവ് സ്വയം പ്രത്യക്ഷപ്പെട്ട് തത്വജ്ഞാനത്താൽ ശാസ്ത്രവിധി പ്രകാരമുള്ള പൂജകൾ പ്രദാനം ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് 111. യജുർവേദം അധ്യായം 5 മന്ത്രം 1. അഗ്നയ തനുവ അസി വിഷ്ണവേ ത്വാ സോമസ്യ തനുഹ അസി വിഷ്ണവേ ത്വാ അതിഥ്യ അതിഥ്യം അസി വിഷ്ണവേ ത്വാ ശേനായ ത്വാ സോം ഭന്തെ വിഷ്ണവേ ത്വാ അഗ്നേ ത്വാ രായ പോഷ്ദേ വിഷ്ണവേ ത്വാ. അനുവാദം: ഈ മന്ത്രത്തിൽ പരമാത്മാവിന്റെ 2 സ്ഥിതികളുടെ വർണ്ണനയാണ്. ഒരു സ്ഥിതിയിൽ അദ്ദേഹം മുകളിലെ ലോകങ്ങളിൽ തേജോമയ ശരീരത്തോടു കൂടി ഇരിക്കുന്നു. രണ്ടാമത്തെ സ്ഥിതിയിൽ അദ്ദേഹം ഋഷി അഥവാ സന്തിന്റെ വേഷഭൂഷാദികളിൽ സാധാരണ വ്യക്തികളുടെ തരത്തിൽ ശരീരധാരണം ചെയ്ത് സർവ ആത്മാക്കളെയും നിയന്ത്രിക്കുന്നു. ഒരു അതിഥി വരുന്നത് പോലെയാണ്. അതിഥിയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വരുന്ന വ്യക്തിയുടെ സമയം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഇവിടെയും പരമാത്മാവിന്റെ അതിഥി രൂപത്തിൽ വരുന്നത് പോലും 2 സ്ഥിതിയിലാണ്. എങ്ങനെയെന്നാൽ, 1. പരമാത്മാ കുറച്ചു സമയം സംസാരത്തിൽ വന്ന് സാധാരണ വ്യക്തിയെ പോലെ ജീവിച്ച് അദ്ദേഹത്തിന്റെ തത്വജ്ഞാനം പ്രചരിപ്പിക്കുന്നു. അദ്ദേഹം പരമാത്മാ കബീർ രൂപത്തിൽ പ്രകടമായിക്കൊണ്ട് ബനാറസ് കാശിയിൽ നഗരത്തിൽ 120 വർഷം താമസിച്ചു. അദ്ദേഹം അപ്രതീക്ഷിതമായി പെട്ടെന്ന് കമലപുഷ്പത്തിൽ ശിശുരൂപത്തിൽ പ്രകടമായിക്കൊണ്ട് പിന്നീട് ലീലകൾ ചെയ്ത് വളർന്ന് 120 വർഷം സംസാരത്തിൽ അതിഥി രൂപത്തിൽ താമസിച്ച് സ്വശരീരത്താൽ സത്ലോകത്തിലേക്ക് മടങ്ങിപ്പോയി സ്വന്തം നിജസ്ഥാനത്തിലെത്തി. രണ്ടാമത്തെ സ്ഥിതിയിൽ പരമാത്മാ പൊടുന്നനെ സന്ത് അഥവാ ഋഷി രൂപത്തിൽ അല്ലെങ്കിൽ അന്യസാധാരണ മാനവ രൂപത്തിൽ പ്രകടമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വിശേഷപ്പെട്ട ഭക്തർക്ക് ദർശനം കൊടുക്കുന്നു. ഭക്തന് തത്വജ്ഞാനം പകർന്നുകൊടുത്തും കൂടാതെ സ്വന്തം സത്ലോകത്തിന്റെ ദർശനം കാണിച്ചും തിരികെ ഭൂമിയിൽ വിടുന്നു. പിന്നീട് അദ്ദേഹം പരമഭക്തരെ കൊണ്ട് ആ പൂർണ്ണ പരമാത്മാവിന്റെ കണ്ണുകളാൽ കണ്ട മഹിമ വർണ്ണിപ്പിക്കുന്നു. ഇതിനെ അലൽ പക്ഷിയുടെ ക്രിയ പോലെ ഉപമിക്കുന്നു. എങ്ങനെയാണോ ബാജ് പക്ഷി അതിശീഘ്രതയിൽ അന്യപക്ഷിയുടെ മേൽ ചാടി വീണ് അവരെയും കൊണ്ട് ശീഘ്രം പോകുന്നു, ഇതുപോലെ ഒരു അലൽ പക്ഷിയോട് ഉപമിച്ചിട്ടുണ്ട്. ആകാശത്തിൽ വായുവിൽ വസിക്കുന്ന പക്ഷി അവ ശീഘ്രം താഴോട്ട് വന്ന് ഇവിടെ നിന്ന് ആനകളെ പൊക്കിക്കൊണ്ട് തിരിച്ചാകാശത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. എങ്ങനെയാണോ പരമാത്മാ ശീഘ്രം പ്രകടമായിക്കൊണ്ട് സന്ത് നാനക് ജിയെ ബേയി നദിക്കരയിൽ വെച്ച് കണ്ടുമുട്ടിയത്, സച്ച് ഗണ്ട് അഥവാ സത്ലോകത്തിന്റെ ദർശനം ചെയ്യിപ്പിച്ച് 3-ാം ദിവസം ഭൂമിയിൽ തിരിച്ചുവിട്ടു. അതിനുശേഷം സന്ത് നാനക് ജി ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം കണ്ണുകളാൽ കണ്ട് ബോധ്യമായ പൂർണ്ണ പരമാത്മാവിന്റെ സ്ഥിതി വാഴ്ത്തുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അമൃത് വാണിയിൽ ഗുരുഗ്രന്ഥ് സാഹിബിൽ മഹലാ പഹലയിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഇതുപോലെ 1727 സന്ത് ഗരീബ് ദാസ് ജിയെ ചൂടാണി ഗ്രാമം, ജില്ല ജജർ ഹരിയാന നലാനാമത്തിൽ ഒരു കൃഷിയിടത്ത് വെച്ച് പരമാത്മാ ജിന്ദാ മഹാത്മാവിന്റെ രൂപത്തിൽ കണ്ടുമുട്ടി സത്ലോകം കാണിച്ച് തന്നെ തിരികെ ഭൂമിയിൽ വിട്ടു. ഇതേ പ്രകാരം സന്ത് ഗരീബ് ദാസ് ജി പരമാത്മാവിന്റെ സ്വന്തം കണ്ണുകളാൽ കണ്ട മഹിമ വർണ്ണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമൃത് വാണിയിൽ വാണി ഗരീബ് ദാസ് പ്രകടമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 112. കബീർ സാഹിബ് 4 യുഗത്തിലും വരുന്നു. ഇതുപോലെ തന്നെ പരമാത്മാവ് ദാദു സാഹിബ് ജിയെ, മലുക് ദാസ് ജിയെയും സന്ത് ധർമ്മദാസ് ജിയെയും സന്ത് ഗീസാദാസ് ജിയെയും ഹജ്രത് മുഹമ്മദിനെയും അബ്രാഹിം അകം സുൽത്താൻ ജിയെയും കണ്ടുമുട്ടിയിരുന്നു. ഇവരെ എല്ലാവരെയും സത്ലോകം കാണിക്കുകയും ചെയ്തു. ഇങ്ങനെ പരമാത്മാവ് അനേക മഹാത്മാക്കളെ രണ്ടാമത്തെ അതിഥി രൂപത്തിൽ കണ്ടുമുട്ടുകയും കൂടാതെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആധ്യാത്മിക ജ്ഞാനം, തത്വജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു. പിന്നെ സ്വന്തം ആത്മാക്കളുടെയും മംഗളം ചെയ്തു. ആചാര്യൻ സ്വാമി രാമാനന്ദ് ജിയെയും ഇതുപോലെ കണ്ടുമുട്ടിയിരുന്നു. അദ്ദേഹത്തിനെയും സത്ലോകം കാണിച്ചു കൊടുത്തു. അദ്ദേഹവും സ്വന്തം കണ്ണുകളാൽ കണ്ട പൂർണ്ണ പരമേശ്വരൻ കബീർ ജിയുടെ മഹിമ വർണ്ണിച്ചു. ദോ ഠോർ ഹൈ ഏക് തോ ഭയ ഏക് സേ ദോ,
ഹേ കബീർ ഹം കാരണേ ആയേ ഹോ മഗ്ജോയെ. സ്വാമി രാമാംജി പറയുന്നത്, കബീർ പരമേശ്വരൻ താങ്കൾ മുകളിൽ തേജോമയ ശരീരത്തിൽ ഇരിക്കുന്നു. അതുപോലെ 2 സ്ഥാനങ്ങളിലും അങ്ങ് തന്നെയാണ് വരുന്നത്. നമുക്ക് വേണ്ടി അങ്ങ് ഇത്രയും അധികം ദൂരം സഞ്ചരിച്ച് ഇവിടെ വരുന്നു. അഗ്നേ സ്വപ്രകാശിത പരമേശ്വരൻ, തനു സ്വശരീരം, അസി ആണ്. യഥാർത്ഥത്തിൽ തേജോമയ ശരീരത്തോട് കൂടിയാണ്. വിഷ്ണവെ പാലനം പോഷണം ചെയ്യുന്നതിനു വേണ്ടി, അഥവാ സർവലോകത്തിലെ ആത്മാക്കളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ. ത്വാ ആ സോമരസ്യ അമരപുരുഷന്റെ അഥവാ അവിനാശി പരമാത്മാവിന്റെ, തനു ശരീരം, അസി ആണ്. സോമപുരുഷൻ അഥവാ അമരപ്രഭു 3 ലോകങ്ങളിൽ പ്രവേശിച്ചിട്ട് സർവരുടെ പാലന പോഷണം ചെയ്യുന്നു. അദ്ദേഹം അതിഥി രൂപത്തിൽ പ്രവേശിച്ച് ചെയ്യുന്നു. അതായത് പെട്ടെന്ന് പ്രകടമാകുക. അതിഥി എന്നാൽ മുൻകൂട്ടി നിശ്ചയിക്കാതെ വരുന്ന വിരുന്നുകാരനെയാണ് പറയുന്നത്. ത്വാ ആ പരമേശ്വരന്റെ, വിഷ്ണവെ 3 ലോകങ്ങളിൽ പ്രവേശിച്ചിട്ട് പാലനവും പോഷണവും ചെയ്യുവാൻ വേണ്ടി ആഗമനം ചെയ്യുന്നു. അതിഥി അതിഥി രൂപത്തിൽ പ്രകടമായി പരമേശ്വരൻ. അതിഥ്യം അതിഥിയൻ അഥവാ പൂജനീയൻ, അസി ആണ്. ത്വാ ആ സോമഭർത്തെ അമരസുഖ പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി, അഥവാ പൂർണ്ണ മോക്ഷം പ്രദാനം ചെയ്ത് ഭക്തിരൂപി അമൃതം കൊണ്ട് പരിപൂർണമായിക്കൊണ്ട് 2 പ്രകാരത്തിലാണ് സംഭവിക്കുന്നത്. ഒന്നാമതായി ത്വാ ആ പരമാത്മാവിന്റെ ആഗമനം വിഷ്ണവെ കുറച്ചു സമയം സംസാരത്തിൽ വ്യാപൃതനാവാൻ വേണ്ടി, അതായത് സംസാരത്തിൽ മാനവൻ എന്ന പോലെ ലീലകൾ ചെയ്ത് ജീവിതം ജീവിച്ച് പുണ്യാത്മാക്കൾക്ക് തത്വജ്ഞാനം പ്രദാനം ചെയ്യുവാൻ വേണ്ടിയും, കൂടാതെ സർവ സംവിധാനങ്ങളും പ്രദാനം ചെയ്യുവാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് പരമേശ്വരൻ 4 യുഗങ്ങളിൽ ലീല ചെയ്യുവാൻ വേണ്ടി എപ്പോഴും ശിശുരൂപത്തിൽ പ്രകടമായിക്കൊണ്ട് സമയമനുസരിച്ച് സാധാരണ വ്യക്തികളെ പോലെ കർമ്മത്തിൽ വ്യാപൃതനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നു. കുറച്ചു സമയം സംസാരത്തിൽ ഉണ്ടാകുന്നു. കലിയുഗത്തിൽ പൂർണ്ണ പരമാത്മാവ് കബീർ നാമത്തിൽ കാശി നഗരത്തിൽ കമലപുഷ്പത്തിൽ 1398 പ്രകടമായി. കൂടാതെ 120 വർഷം വരെ സംസാരത്തിൽ ജീവിച്ചു. പിന്നീട് സ്വശരീരത്തിൽ സത്ലോകത്തിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 113. രണ്ടാമതായി ത്വ ആ പരമാത്മാവിന്റെ ആഗമനം ഷിയമാൻ ശ്വേയൻ പക്ഷികളെ പോലെ പെട്ടെന്ന് മടങ്ങുന്നു. ബാജ് പക്ഷിയും അല്ലൽ പക്ഷിയെ പോലെ സ്വന്തം ആഹാരത്തിനു വേണ്ടി അന്യ പക്ഷികളുടെ മേൽ പിടിവീഴ്ത്തുന്നു. കൂടാതെ ശീഘ്രം അതിനെയും കൊണ്ട് മടങ്ങുന്നു. ഇതുപോലെ രണ്ടാമത്തെ സ്ഥിതിയിൽ പരമാത്മാവ് അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുവാൻ വേണ്ടി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. വിശേഷമായി സ്വന്തം ഭക്തർക്ക് തത്വജ്ഞാനോപദേശം കൊടുക്കുന്നു. അവരെ പരമാത്മാവിന്റെ കൂടെ സ്വന്തം സത്ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടത്തെ സർവ്വ കാഴ്ചകളും കാണിച്ച് ഭക്തനെ ഭൂമിയിലേക്ക് മടക്കിവിടുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പരമാത്മാവിനെ പ്രാപിച്ച ഭക്തൻ അവിടെ കണ്ട പരമാത്മാവിന്റെ മഹിമയെ വർണ്ണിക്കുന്നു. എങ്ങനെയാണ് ബേയി നദിയിൽ വെച്ച് സന്ത് നാനക് ജിയെ കണ്ടുമുട്ടിയത്? അദ്ദേഹത്തെ സച്ച്ഗൺ അഥവാ സത്യലോകത്തിൽ കൊണ്ടുപോയി 3 ദിവസത്തിന് ശേഷം അതേ നദിയിൽ മടക്കിവിട്ടു. ഇതുപോലെ സന്ത് ഗരീബ് ദാസ് ജിയെയും ഹരിയാന സുഡാനി കണ്ടുമുട്ടിയിരുന്നു. അദ്ദേഹത്തെയും സത്ലോകം കാണിച്ച് ഭൂമിയിൽ മടക്കിവിട്ടു. ഇതേ പ്രകാരം മുകളിൽ പറഞ്ഞിരിക്കുന്ന 2 മഹാത്മാക്കൾ പരമാത്മാവിന്റെ സത്ലോകത്തിൽ പോയി കണ്ട കാഴ്ചയുടെ മഹിമ വർണ്ണിച്ചിട്ടുണ്ട്. അവരുടെ അമൃതവാണികളിൽ ഉണ്ട്. ത്വാ ആ സമൃദ്ധനായ പരമേശ്വരന്റെ ലീലകളാണ് ഇതെല്ലാം. അദ്ദേഹം അഗ്നിയെ സ്വയം പ്രകാശിതനായിരിക്കാൻ ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ത്വാ അദ്ദേഹത്തിന്റെ വിഷ്ണവെ സർവലോകങ്ങളിൽ പ്രവേശിച്ചുകൊണ്ട് പാലന പോഷണം ചെയ്യുവാൻ വേണ്ടി ആഗമനം ചെയ്യുന്നു. റായ പോഷതെ അദ്ദേഹം കുലത്തിന്റെ യജമാനനാണ്. അദ്ദേഹം തന്നെ സർവരുടെ പാലനം ചെയ്യുന്നു. സർവലീലകളും സ്വന്തം പ്രാണികളുടെ സ്മൃതിക്കു വേണ്ടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പവിത്ര ഋഗ്വേദത്തിലെ താഴെ പറയുന്ന മന്ത്രത്തിലും ഈ തിരിച്ചറിവുണ്ട്. എപ്പോഴാണോ പൂർണ്ണ പരമാത്മാവ് കുറച്ചു സമയത്തേക്ക് ഭൂമിയിൽ വരുന്നുവോ ശിശുവിന്റെ രൂപം ധരിച്ച്, ആ പൂർണ്ണ പരമാത്മാവിനെ പരവരിശ അധന്യേ ദേനവ കൻവരി ഗായ ദ്വാരാ ഹോത്തി ഹെ ഫിർ ലീലാവത് ബഡ കബീർ ഗർഭി, പിന്നീട് കബീർ ഗർഭി കബീർ വാണിയിൽ കൂടി അറിയിക്കുന്നു. അതായത് പൂർണ്ണ മോക്ഷമാർഗം തത്വജ്ഞാനം നൽകുന്നു. എന്നാൽ അത് സ്വയം പൂർണ്ണ പരമാത്മാവായ കബീറാണ്.
മൂന്നാമത്തെ മോക്ഷസ്ഥലമായ സത്ലോകത്തിലാണ് വസിക്കുന്നത്. ഋഗ്വേദ മണ്ഡലം 9, സൂക്തം 1, മന്ത്രം 9, കൂടാതെ സൂക്തം 96, മന്ത്രം 17, 18. ഋഗ്വേദ മണ്ഡലം 9, സൂക്തം 1, മന്ത്രം 9. അഭി ഇമ അധ്ന്യ ഉത്ശ്രീനന്തി ധനവാ ശശും സോമിന്ദ്രായ പാത്വേ. അഭി ഇമ അധ്ന്യ ഉത്ശ്രീനന്തി ധനവ ശിശും സോമം ഇന്ദ്രായ പാത്വേ. വിവർത്തനം: ഉദാ വിശേഷിച്ച് ഇമമ ഈ ശിശുമ കുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് സോമമ പൂർണ്ണ പരമാത്മാ അമർ പ്രഭു ഇന്ദ്രായ സുഖസൗകര്യങ്ങളാൽ, അതായത് ഭക്ഷണം കഴിക്കുന്ന ശരീരത്തോടു കൂടി, പാതവേ വളർച്ചയ്ക്കു വേണ്ടി, അഭി പൂർണമായി, അധന്യ ദേനവ പശു, കാള എന്നിവയാൽ ഒരിക്കലും ബന്ധപ്പെടാത്ത, അതായത് കുമാരി പശുക്കിടാവിൽ, ക്ഷീണന്തി കൂടി വളരുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 114. കബീർ സാഹിബ് 4 യുഗത്തിലും വരുന്നു. ഭാവാർത്ഥം: പൂർണ്ണ പരമാത്മാ അമർ പുരുഷ എപ്പോഴാണോ കുട്ടിയുടെ രൂപത്തിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നുവോ ആ സമയത്ത് പരിപോഷിപ്പിക്കുന്നത് പശുകിടാവിനാലാണ്. പ്രസവിക്കാത്ത പശുക്കുട്ടി അതിന് പാല് നൽകുന്നു. ആ പാൽ കുടിച്ച് പ്രഭു വളരുന്നു. ഋഗ്വേദ മണ്ഡലം 9, സൂക്തം 96, മന്ത്രം 17. ശിശും ജഗ്യാനം ഹര്യത്തം മജന്തി ശുംഭന്തി വഹനമൃതഃ ഗണേൻ. കവിർ ഗീർ ഭി കാവ്യേന കവിർ സന്ത് സോമാ പവിത്രം അത്യതി രേഭൻ. വിവർത്തനം: പൂർണ്ണ പരമാത്മ ഹരിയ ശിശുമ മനുഷ്യകുട്ടിയെ പോലെ ജ്ഞാനമ അറിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. തന്റെ തത്വജ്ഞാനത്തെ തമ ആ സമയത്ത് മൃഞ്ചി നിർമ്മലമായി, ശുംഭന്തി ഉച്ചരിക്കുന്നു. വഹ്നി പ്രഭു പ്രാപ്തിക്ക് വേണ്ടിയുള്ള വിരഹാഗ്നി, മരുത വായുവിനെ പോലെ ശീതളഭക്ത, ഗണേന സമൂഹത്തിനു വേണ്ടി, കാവ്യേന കവിതകളിൽ കൂടി, പവിത്രം അതേതി അത്യധികം നിർമ്മലതയോടുകൂടി, കവിർ ഗീർബി കബീർ വാണി, അതായത് കബീർ വാണിയിൽ കൂടി, രമൻ ഉറക്കെ ശബ്ദത്തിൽ സംബോധന ചെയ്യുന്നു. കബീർ സൻ സോമ ആ അമരപുരുഷൻ, അതായത് സത്പുരുഷൻ സൻ ഗ്രശിരൂപത്തിൽ കബീർദേവ് തന്നെയാണ്. എന്നാൽ ആ പരമാത്മാവിനെ തിരിച്ചറിയാതെ കവി എന്ന് വിചാരിച്ചു. ഭാവാർത്ഥം: വേദോച്ചാരണം ചെയ്യുന്നവരെ ബ്രഹ്മാവെന്ന് പറയുന്നു. എന്നാൽ വിലക്ഷണ മനുഷ്യന്റെ കുട്ടിയായി പ്രത്യക്ഷപ്പെട്ട പൂർണ്ണ പരമാത്മാവ് കബീർദേവ് തന്റെ യഥാർത്ഥ ജ്ഞാനത്തെ തന്റെ കബീർവാണിയിൽ കൂടി, അതായത് കബീർവാണിയിൽ കൂടി നിർമ്മല ജ്ഞാനം തന്റെ ഹംസാത്മാക്കളായ പുണ്യാത്മാക്കളായ അനുയായികൾക്ക് കവിരൂപത്തിൽ കവിതകളും ലോകോക്തികളിലും കൂടി സംബോധന ചെയ്ത് വർണ്ണിച്ചു നൽകി. അത് സ്വയം കബീർ തന്നെയാണ്. ഋഗ്വേദ മണ്ഡലം 9, സൂക്തം 96, മന്ത്രം 18. ഋഷിംന യഋഷികത് സ്വർഷാഹ സഹസ്രാണി ഥ പദ്വിഹ കവിനാം തതിയം ധാം മഹിഷ സിഷ സന്ത് സോമാ വിരാജ്മാനു രാജ്തിസ്റ്റു. വിവർത്തനം: വേദം പറയുന്നവൻ ബ്രഹ്മാവാണെന്ന് പറയുന്നു. യാ പൂർണ്ണ പരമാത്മാവ് വിലക്ഷണനായ കുട്ടിയുടെ രൂപത്തിൽ കവിനാമ പ്രസിദ്ധ കവികളിൽ പദവി ഉപാധി സ്വീകരിച്ചുകൊണ്ട്, അതായത് ഒരു സൻ അഥവാ ഒരു ഋഷിയുടെ ഭൂമിക ജീവിതകാലം കഴിച്ചുകൂട്ടുന്നു. ആ ഋഷികൃത ഋഷിരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രഭുവിനാൽ രചിച്ച സഹസ്രാണീത ആയിരക്കണക്കിന് വാണികൾ ഋഷിമന സൻ ഋഷി സ്വഭാവമുള്ള വ്യക്തികൾക്ക്, ഭക്തന്മാർക്ക് വേണ്ടി സ്വർഷ സ്വർഗതുല്യമായ ആനന്ദപ്രദമാകുന്നു. സന്തസോമ ഋഷിരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ അമർ പുരുഷ, അതായത് സൻ പുരുഷനാകുന്നു. അത് പൂർണ്ണപ്രഭു തൃതീയ മൂന്നാമത്തെ ധാമ മുക്തിലോകം, അതായത് സത്ലോകത്തിന്റെ മഹിഷ സുദൃഢമായ ഭൂമിയിൽ സിഷ സ്ഥാപിച്ച്, അനു അതിനുശേഷം മാനവ സദൃശ്യനായ സന്ത് രൂപത്തിൽ താഴികക്കുടം പോലെയുള്ള സിംഹാസനത്തിൽ വിരാജ മനുരാജതി ഉജ്ജ്വലമായ സ്ഥൂലാകാര രൂപത്തിൽ ഇരിക്കുന്നു, അതായത് മനുഷ്യരൂപത്തിൽ വിരാജിക്കുന്നു. ഭാവാർത്ഥം: മന്ത്രം 17 പറയുന്നു, കബീർദേവ് ശിശുരൂപം ധരിക്കുന്നു, കുട്ടികളെ പോലെ ലീലാവിനോദങ്ങളിൽ ഏർപ്പെട്ട് വലുതാകുന്നു. കവികളിൽ കൂടി തത്വജ്ഞാന വർണ്ണന ചെയ്യുന്നത് കൊണ്ട് കവി എന്ന പദവി ലഭിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 115. അതായത് ജനകീയ കവിയായി അംഗീകരിക്കുന്നു. വാസ്തവത്തിൽ അത് പൂർണ്ണ പരമാത്മാവായ കബീർ പ്രഭു തന്നെയാണ്. അദ്ദേഹത്താൽ നിർമ്മിച്ച അമൃതവാണി കബീർ വാണി എന്ന് അറിയപ്പെടുന്നു. അത് ഭക്തർക്ക് സ്വർഗതുല്യമായ ആനന്ദം പ്രദാനം ചെയ്യുന്നു.
ആ പരമാത്മാവ് മൂന്നാമത്തെ മോക്ഷത്തിന്റെ ഇരിപ്പിടമായ സത്ലോകം സ്ഥാപിച്ച് അവിടെ താഴികക്കുടത്തിൽ സിംഹാസനത്തിൽ തേജോമയമായ മനുഷ്യരൂപത്തിൽ വിരാജിക്കുന്നു. ഈ മന്ത്രത്തിൽ മൂന്നാമത്തെ മുക്തിപദം സത്ലോകം എന്ന് പറയുന്നു. അതുപോലെ ബ്രഹ്മിനും ഒരു ലോകമുണ്ട്. 21 ബ്രഹ്മാണ്ടങ്ങൾ കൂടിയതാണ്. രണ്ടാമത്തെ പരബ്രം 7 സംഘ് ബ്രഹ്മാണ്ടങ്ങൾ ചേർന്നതാണ്. മൂന്നാമത്തെ പരമാക്ഷരബ്രം അതായത് പൂർണ്ണ ബ്രഹ്മിന്റെ ഹൃദധാമം അതായത് സത്ലോകമാകുന്നു. തേത്രായുഗത്തിൽ കബീർ സാഹിബ് മുനീന്ദ്രൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു. നളനും നീലനും അഭയം നൽകി. തേത്രായുഗത്തിൽ സ്വയം പ്രത്യക്ഷമാകുന്നവൻ കബീർ പരമേശ്വർ രൂപാന്തരണം ചെയ്ത് മുനീന്ദ്ര ഹൃഷി എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു. അനൽ അതായത് നളനും അനീല അതായത് നീല രണ്ടുപേരും സഹോദരി പുത്രന്മാരായിരുന്നു. അച്ഛനും അമ്മയും മരിച്ചുപോയിരുന്നു. രണ്ടുപേരും ശാരീരികവും മാനസികവുമായ പീഡാനുഭവങ്ങളിൽ കഴിയുകയായിരുന്നു. എല്ലാ ഋഷിമാരും സന്മാരും പറഞ്ഞതനുസരിച്ച് കഷ്ടപ്പാടുകൾ തീരാനുള്ള പല കാര്യവും ചെയ്തു. എല്ലാവരും പറഞ്ഞു, പ്രാരാബ്ധത്തിന്റെ പാപകർമ്മ ഫലമാണ്, അനുഭവിക്കുക തന്നെ വേണം, ഇതിന് മറ്റൊരു പ്രതിവിധിയും ഇല്ല. രണ്ടുപേരും നിരാശരായി മരണം പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു. ഒരു ദിവസം രണ്ടുപേർക്കും മുനീന്ദ്രൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട് പരമാത്മാവിന്റെ സത്സംഗം കേൾക്കാനിടയായി. സത്സംഗമത്തിന് ശേഷം രണ്ടുപേരും പരമേശ്വർ കബീർദേവായ ഉർഫ് മുനീന്ദ്രന്റെ പാദങ്ങൾ വന്ദിച്ചു. പരമേശ്വർ രണ്ടുപേരുടെയും തലയിൽ കൈവച്ചു. അവരുടെ അസാധ്യമായ അസുഖം പെട്ടെന്ന് ശമിച്ചു. അതായത് രണ്ടുപേർക്കും അസുഖം മാറി. ഈ അത്ഭുത പ്രതിഭാസം കണ്ട് അവർ രണ്ടുപേരും ഭഗവാന്റെ കാൽക്കൽ വീണ് മണിക്കൂറുകളോളം കരഞ്ഞു. അവർ പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് ഭഗവാനെ കിട്ടി. ഇതുവരെയും അത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവർ മുനീന്ദ്ര സന്ധിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ചു. അദ്ദേഹത്തിനൊപ്പം സേവാകാര്യങ്ങളിൽ മുഴുകി. മുൻപൊക്കെ ഋഷിമാരുടെ സമാഗമം നദിക്കരയിലായിരുന്നു. നളനും നീലനും പരമാത്മാ ഭക്തരും നിഷ്കളങ്കരുമായിരുന്നു. പരമാത്മാവിൽ വലിയ ഭക്തിയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സേവ ചെയ്യുന്നതിൽ തൽപരരായിരുന്നു. സമാഗമരിൽ രോഗികളും വൃദ്ധരും വികലാംഗരുമായ ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പാത്രം കഴുകുക, വസ്ത്രങ്ങൾ വൃത്തിയാക്കുക, ഗ്ലാസ് കഴുകുക എന്നീ ജോലികൾ ചെയ്യുകയും സത്സംഗ കഥകൾ കേൾക്കുകയും ചെയ്തിരുന്നു. അവർ രണ്ടുപേരും ഭഗവാന്റെ സത്സംഗ ചർച്ചയിൽ മുഴുകിയിരുന്നപ്പോൾ അവരുടെ സാധനങ്ങൾ നദിയിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയതറിഞ്ഞില്ല. ഭക്തജനങ്ങൾ അവരെ വഴക്കു പറഞ്ഞു. എന്തെന്നാൽ സേവ ചെയ്ത് ചില സാധനങ്ങൾ വെള്ളത്തിൽ ഒലിച്ചുപോയി. കിട്ടിയത് അവരെ ഏൽപ്പിച്ചു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 116. നഷ്ടപ്പെട്ട വസ്തുവിനായി അവർ ബഹളം വെച്ചു. ഭക്തർ പറഞ്ഞു, നിങ്ങൾ ഇനി ഞങ്ങളെ സേവ ചെയ്യണ്ട. ഞങ്ങളുടെ കാര്യം പാത്രം കഴുകുന്നതും വസ്ത്രങ്ങൾ അലക്കുന്നതും ഞങ്ങൾ സ്വയം ചെയ്തുകൊള്ളാം. നളനും നീലനും ഇത് കേട്ട് കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇനി ശ്രദ്ധിച്ച് ജോലി ചെയ്യാം. പക്ഷേ വീണ്ടും അത് തന്നെ സംഭവിച്ചു. അവർ വസ്ത്രങ്ങൾ കഴുകി നദിക്കരയിലിട്ട് ഓടി വന്നു. പ്രഭുവിന്റെ സത്സംഗം കഥകൾ കേൾക്കാൻ ഇരിക്കും. സാധനങ്ങൾ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഭക്തർ പ്രഭുവിനോട് പരാതി പറഞ്ഞു. മുനീന്ദ്ര സാഹിബ് രണ്ടുപേരെയും വിളിച്ച് കാര്യം പറഞ്ഞു. ഞങ്ങളെ ജോലിയിൽ നിന്നും മാറ്റരുത്. സദ്ഗുരു മുനീന്ദ്രൻ പറഞ്ഞു, മകളെ നീല, നള, ഇന്നു മുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനവും കളഞ്ഞു പോകില്ല, വെള്ളത്തിൽ ഒലിച്ചു പോകില്ല. മുനീന്ദ്ര സാഹിബ് അവരെ ആശീർവദിച്ചു. നിങ്ങൾ രാമായണം കേട്ടിട്ടുണ്ടോ? സീതയെ രാവണൻ എടുത്തുകൊണ്ടുപോയി. രാമൻ അറിയില്ലായിരുന്നു സീതയെ കൊണ്ടുപോയത് ആരാണെന്ന്. ശ്രീരാമൻ സീതയെ തിരക്കി അവിടെയും ഇവിടെയും നടന്നു. ഹനുമാൻ അന്വേഷിച്ചു പറഞ്ഞു, സീതാമാതാവ് രാക്ഷസ രാജാവായ രാവണന്റെ തടവിലാണെന്ന്. വിവരമറിഞ്ഞ് രാമൻ ദൂതനായി ഹനുമാനെ രാവണന്റെ അടുക്കൽ അയച്ചു, സീതയെ തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ രാവണൻ തിരികെ നൽകാൻ തയ്യാറായില്ല. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അപ്പോൾ പ്രശ്നം ഇതായിരുന്നു, സൈന്യം എങ്ങനെ സമുദ്രം കടന്നു ചെല്ലും? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ 3 ദിവസം മുട്ടോളം വെള്ളത്തിൽ നിന്ന് കൈകൂപ്പി സമുദ്രത്തിനോട് പ്രാർത്ഥിച്ചു, വഴിക്കു വേണ്ടി. പക്ഷേ സമുദ്രം അനങ്ങിയില്ല. സമുദ്രം അനുസരിക്കാത്തതിനാൽ ശ്രീരാമൻ ബാണാഗ്നി കൊണ്ട് സമുദ്രത്തെ കത്തിക്കാൻ തയ്യാറായി. അപ്പോൾ ഭയഭീതനായ സമുദ്രം ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ശ്രീരാമന്റെ മുൻപിലെത്തി പറഞ്ഞു, ഓരോരുത്തർക്കും അവരവരുടേതായ അഭിമാനമുണ്ട്. എന്നെ ദയവായി അഗ്നിക്കിരയാക്കരുത്. എന്റെ ഉള്ളിൽ അനേകായിരം ജീവജന്തുക്കളുണ്ട്. അഥവാ താങ്കൾ എന്നെ കത്തിച്ചാലും
സമുദ്രം കടക്കാൻ താങ്കൾക്ക് കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ സമുദ്രത്തിനുള്ളിൽ വലിയ ഗർത്തങ്ങളുണ്ട്. അതൊരിക്കലും കടക്കാൻ കഴിയില്ല. സമുദ്രം പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കൂ. സർപ്പം ചാകുകയും വേണം, വടിയൊടിയുകയും ചെയ്യരുത്. അതായത് എന്റെ അഭിമാനവും സംരക്ഷിക്കണം, താങ്കൾക്ക് പാലവും പണിയണം. അപ്പോൾ ഭഗവാൻ സമുദ്രത്തിനോട് ചോദിച്ചു, അതെന്തു വിധിയാണ്? ബ്രാഹ്മണ വേഷത്തിൽ നിന്ന് സമുദ്രം പറഞ്ഞു, താങ്കളുടെ സൈന്യത്തിൽ നളനും നീലനുമുണ്ട്, സൈനികരുണ്ട്. അവർക്ക് അവരുടെ ഗുരുദേവനിൽ നിന്നും കിട്ടിയ ശക്തിയുണ്ട്. അവരുടെ കൈകൊണ്ട് തൊടുന്ന കല്ല്, ഇരുമ്പ്, എന്തും വെള്ളത്തിൽ പൊന്തിക്കിടക്കും. ഇത് കേട്ട് ശ്രീരാമൻ നളനെയും നീലനെയും വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ ഇടുന്ന കല്ലുകൾ വെള്ളത്തിൽ മുങ്ങില്ല. ശരി, പരീക്ഷിച്ചു നോക്കാൻ ശ്രീരാമൻ പറഞ്ഞു. അവർ നളനും നീലനും വിചാരിച്ചു, ഇതുവരെ വെറും ജോലിക്കാരായിരുന്ന നമ്മൾ ഇന്ന് മറ്റുള്ളവരുടെ മുൻപിൽ മഹിമയുള്ളവരായി മാറിയിരിക്കുന്നു. അന്ന് അവർ അവരുടെ ഗുരുവായ മുനീന്ദ്രനെ സ്മരിച്ചില്ല. കാരണം അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ ശ്രീരാമൻ വിചാരിക്കും ഇത് അവരുടെ കഴിവല്ല, മറ്റാരുടെയോ സിദ്ധി കൊണ്ട് ചെയ്യുന്നതാണെന്ന്. അവർ കല്ല് പെറുക്കി വെള്ളത്തിലിട്ടു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 117. ആ കല്ലുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവർ വീണ്ടും ശ്രമിച്ചു, പക്ഷേ പ്രയോജനമുണ്ടായില്ല. അപ്പോൾ ശ്രീരാമൻ സമുദ്രത്തിന്റെ നേർക്ക് നോക്കി, താങ്കൾ കള്ളം പറഞ്ഞതാണോ എന്ന മട്ടിൽ. ഇവർക്ക് ഒരു ശക്തിയുമില്ലല്ലോ. സമുദ്രം പറഞ്ഞു, നളനും നീലനും ഇന്ന് ഗുരുവിനെ സ്മരിച്ചില്ല. എത്രയും പെട്ടെന്ന് ഗുരുവിനെ സ്മരിക്കൂ. അവർ വിചാരിച്ചു, ശരിയാണ്, ഇന്ന് നമ്മൾ തെറ്റ് ചെയ്തു. അവരുടൻ തന്നെ സദ്ഗുരു മുനീന്ദ്രനെ സ്മരിച്ചു. സദ്ഗുരു മുനീന്ദ്ര ഉടനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു, അല്ലയോ മുനിശ്രേഷ്ഠ, എന്റെ ദുർഭാഗ്യം, താങ്കളുടെ ദാസറിട്ട കല്ലുകൾ വെള്ളത്തിൽ ഒഴുകുന്നില്ല. മുനീന്ദ്രൻ പറഞ്ഞു, ഇനി ഇവരിടുന്ന കല്ലുകൾ മുങ്ങിപ്പോകും. എന്തെന്നാൽ അവർക്ക് അഭിമാനമുണ്ടായിരുന്നു. സദ്ഗുരുവിന്റെ വാക്കുകൾ ഉദാഹരണമായി. ഗരീബ് ജैसे माता गर्भ को राखे जतन बनाए, ठेस लगे तो क्षीण होवे, तेरी ऐसे भक्ति जाए. ആ ദിവസത്തിന് ശേഷം നലന്റെയും നീലന്റെയും ആ ശക്തി ഇല്ലാതായി. ശ്രീരാമചന്ദ്ര പരമേശ്വർ മുനീന്ദ്ര സാഹബിനോട് പറഞ്ഞു, മുനിശ്രേഷ്ഠ, എനിക്ക് വലിയൊരു ആപത്ത് വന്നിരിക്കുന്നു. എങ്ങനെയെങ്കിലും സൈന്യത്തെ അക്കരെ കടത്തണം. താങ്കൾ തന്റെ സേവകർക്ക് ശക്തി നൽകിയാൽ ഒരു പക്ഷേ ശരിയാകും. മുനീന്ദ്രൻ പറഞ്ഞു, മുൻപിലുള്ള പർവ്വതത്തിനു ചുറ്റും ഞാനൊരു രേഖ വരയ്ക്കാം. അതിന്റെ ചുറ്റിനുള്ളിലുള്ള കല്ലുകൾ കൊണ്ടുവരൂ. കല്ലുകൾ മുങ്ങിപ്പോകില്ല. ശ്രീരാമൻ പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. കല്ലു വാങ്ങി വെള്ളത്തിലിട്ടു. അത് ഒഴുകി തുടങ്ങി. നളനും നീലനും നല്ലൊരു ശില്പികളായിരുന്നു. ഹനുമാൻ എന്നും ഗുരുവിനെ സ്മരിച്ചു. തന്റെ ദൈനിക കാര്യത്തിൽ എല്ലാ കല്ലുകളിലും രാമരാമൻ എന്നെഴുതി. പർവ്വതത്തിൽ നിന്നുള്ള കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്നു. നളനും നീലനും അത് പരസ്പരം ചേർത്ത് പാലമുണ്ടാക്കി. അങ്ങനെ പാലം പണിതു. ധർമ്മദാസ് പറയുന്നു, രഹേ നൽ നീർ ജതൻ കർഹാർ, തബ് സദ്ഗുരു സെ കരി പുകാർ, जा सत रेखा लिखी अपार, सिंधु पर शिला तिराने वाले, धन धन सद्गुरु सत कबीर, ഭക്ത് കി പീർ മിട്ടാനെ വാലേ. ചിലർ പറയുന്നു, ഹനുമാൻ കല്ലുകളിൽ ശ്രീരാമൻ എന്ന് എഴുതിയതുകൊണ്ടാണ് കല്ലുകൾ മുങ്ങാതെ ഒഴുകി നടന്നതെന്ന്. ചിലർ പറയുന്നു, നളനും നീലനുമാണ് പാലം പണി നടത്തിയതെന്ന്. ചിലർ പറയുന്നു ശ്രീരാമനാണെന്ന്. പക്ഷേ സത്യം ഇതാണ് മുകളിൽ ഉദ്ധരിച്ചത്. സന്ത് കബീർ കി സാഖി, പേജ് 179 മുതൽ 182 വരെ. പീവാ പിച്ചാൻ കോ അങ്ക്. കബീർ തീൻ ദേവ് കോ സബ് കോയി ധ്യാവേ, चौथे देव का मरम न पावे, चौथा छाड़ पंचम को ध्यावे, कहे कबीर सो हम पर आवे, कबीर ओंकार निश्चय भया, यह करता मत जान, साचा शब्द कबीर का, पर्दे मांगी पहचान, कबीर राम कृष्ण अवतार है, इनका नाही संसार, जिन साहेब संसार किया, सो किन्हू न जन्म्या नार, कबीर चार भुजा के भजन में भूली परे सब संत, कबीरा सुमेरो तासु को, जाके भुजा अनंत, कबीर समुद्र पाट लंका गए, सीता को भरतार, ताही अगस्त मुनि पिय गयो, इनमें को करतार, कबीर गोवर्धन गिरी धारियो कृष्ण जी, द्रोणागिरी हनुमंत, शेष नाग सब संष्टि सहारी, इनमें को भगवंत, कबीर काटे बंधन विपत्ति में, कठिन किया संग्राम, चिन्होरे नर प्राणियां, गरुड़ बड़ों की राम, कबीर कह कबीर चित चित हो,
शब्द करो निर्वार। श्री राम ही करता कहत है, भूली पर्यो संसार। कबीर जिन राम कृष्ण व निरंजन कियो, सो तो करता न्यार। अंधा ज्ञान न बूझे, कहे कबीर विचार।